കുറച്ച് ദിവസം മുന്നേ ഒരു അമ്മ വിളിച്ച് എന്താ പറയുക, ആ അമ്മയ്ക്ക് നമ്പർ എൻ്റെ കൊടുത്തത് ആ അമ്മയുടെ ഒരു നെയ്ബറാണ് കൊടുത്തത് കേട്ടോ. എന്നിട്ട് ഈ നെയ്ബർ ആ അമ്മയെ കൊണ്ട് സംസാരിപ്പിക്കുവാണ്. അപ്പം അമ്മയുടെ വിഷമം എന്ന് വെച്ചാൽ അമ്മയ്ക്ക് കഴിക്കാൻ ഭക്ഷണമില്ല. മകൻ അമേരിക്കയിലാണ്, മരുമകളും അവിടെയാണ്. ഈ അമ്മയ്ക്ക് കൊച്ചുമക്കളുണ്ട്, 2 പെൺമക്കളാണ്. ഈ അമ്മ താമസിക്കുന്ന വീടിന് ഏകദേശം ഒരു 70 lakh rupees ഉണ്ട്. ഈ 70 lakh rupees ലോൺ എടുത്തിട്ടാണ് ഈ അമ്മയും മകനും കൂടെ ആണ് ലോൺ എടുത്തിട്ടുള്ളത്. മകനാണ് ലോൺ എമൗണ്ട് അടയ്ക്കുന്നത്. ലോൺ എമൗണ്ട് അടയ്ക്കുന്നതും അപ്പം മകൻ അമ്മോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ വീട് എൻ്റെ പേരിലേക്ക് ആക്കി തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭക്ഷണത്തിനുള്ള പൈസ ഞാൻ തരുമെന്നാണ്. അതാണ് അമ്മ എന്നോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഈ മകൻ്റെ എതിരെ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാര്യമാണ് അമ്മ ചോദിച്ചത്. എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യം ഞാൻ അമ്മയ്ക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഞാനതിവിടെ പറഞ്ഞു തരുന്നില്ല. ഓഫ് കോഴ്സ് നമുക്ക് കേസ് കൊടുക്കാം കേട്ടോ, മക്കളുടെ പേരിൽ നമുക്ക് കേസ് കൊടുക്കാം, ഒരു കുഴപ്പമില്ല. ബാക്കി കുറേ പ്രൊസീജിയർ അതിനകത്തുണ്ട്. എനിക്ക് ഈ വീഡിയോനകത്ത് അത് പറഞ്ഞു തീർക്കാൻ പറ്റില്ല. ഇവിടെ എനിക്ക് പറയാനുള്ളത് ഒറ്റ ഒരു കാര്യം എന്ന് വെച്ചാൽ, മക്കൾ ചിക്കനും മീനും ബീഫും പോർക്കും ഒക്കെ തിന്നുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ അമ്മ അല്ലെങ്കിൽ അച്ഛൻ അല്ലെങ്കിൽ അച്ഛൻ എവിടെയോ ഇരുന്ന് അവർക്ക് ഇതൊന്നും കിട്ടാതെ നിൽക്കുവാണ്, എന്തെങ്കിലും കിട്ടിയത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് ഭക്ഷണം കൊടുക്കണം. നിങ്ങൾ ദൂരെ ആണെങ്കിലും ഇപ്പോൾ എവിടെ നിന്നാണെങ്കിലും ഭക്ഷണം കൊടുക്കാമല്ലോ. നിങ്ങൾ അത്രത്തോളം റിച്ച് ആണെങ്കിൽ ഒരു മെയ്ഡിനെ വീട്ടിൽ വെച്ചോളൂ, അതിലെന്താ തെറ്റ്? നിങ്ങൾ വളർത്തി ഉണ്ടാക്കിയ അമ്മ അച്ഛനും അല്ലേ, അവരെ നമുക്ക് അങ്ങനെ എടുത്ത് കളയാൻ പറ്റുമോ? ഭക്ഷണത്തിന് വേണ്ടി ഒരു അമ്മ ഇതുപോലെ വക്കീലിനെ കണ്ട് സംസാരിക്കാനുള്ളൊരു വരുത്തല്ലേ മക്കൾ? ഈ മക്കളൊന്നും ഒരു കാലത്തും ഓരോടത്തും നന്നാവാൻ പോകുന്നില്ല. അമേരിക്കയിലായിരിക്കും, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ വൺ ഡേ ഓർ ദി അതർ ഈ പറയുന്ന മകൻ, അമേരിക്കയിലിരിക്കുന്ന മകൻ, ഈ അമ്മയുടെ ആവശ്യം വരും, അല്ലെങ്കിൽ അമ്മ മരിച്ചു പോയിട്ടുണ്ടാവും. അമ്മ പറഞ്ഞ കാര്യങ്ങൾ എന്തായാലും അയാൾക്ക് ഓർമ്മ വരും. അങ്ങേർക്ക് ഇതുപോലൊരു ഗതികേട് വരും, അതിലൊരു സംശയമില്ല. അവർക്കും ഇല്ലേ പ്രായമായെന്ന് പറഞ്ഞാൽ അവർക്ക് രുചിയില്ലാതെ വരുമോ? അവർക്കും തോന്നും ചിക്കനും മട്ടനും ഒക്കെ കഴിക്കാനായിട്ട്. എല്ലാ ദിവസവും കൊടുത്തില്ലെങ്കിലും വല്ലപ്പോഴൊക്കെ ഒന്ന് കൊടുക്കൂ. മാറി താമസിക്കുന്ന മക്കളാണെങ്കിലും ഞാൻ പറയുകയാണ്, മാറി താമസിക്കുന്ന മക്കളും മരുമക്കളും ഒക്കെ ഉണ്ടെങ്കിലും ഈ വയസ്സായ അമ്മയ്ക്ക് ഒരു ഗതിയുമില്ല ജീവിക്കാൻ എങ്കിൽ നിങ്ങൾ ഇതൊക്കെ ചെയ്തു കൊടുക്കണം. മുകളിലുള്ള ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഓക്കെ.